ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഫാമിലി ഓറിയൻറ്റഡും അതുപോലെ തന്നെ കുറച്ച് കുക്കിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ചെറിയ ബട്ടണുണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോയിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണിപ്പം, എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ടും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെന്താ പറയണേ, ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നപ്പം നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പം ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തത്. 1 കപ്പ് പൊടിക്ക് ഞാനിവിടെ സാധാരണ 2.5 കപ്പ് വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് എനിക്ക് തികയാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം ഈ പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് വരണം, അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ അത് പാത്രത്തിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒരു ആവിയും കൂടെ ഒക്കെ വരും. അപ്പോൾ നല്ലതായിട്ട് ഒന്നും കൂടെ ഒന്ന് വെന്ത് കിട്ടും. അതിനുശേഷം അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോകും. ആ സമയത്ത് ഇനി നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് കുഴച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ നമ്മുടെ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു ബോൾ പോലെ ഇതുപോലെ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിയൊക്കെ കുഴക്കത്തില്ല, ആ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതും കുഴച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു സ്വല്പം തേങ്ങയിൽ ഒരു സ്വല്പം പഞ്ചസാര ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ആക്കിയെടുത്തു. ഇനി ഞാനിവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഇടിയപ്പം ഇതുപോലെ ആദ്യം ഒന്ന് പീച്ചി കൊടുക്കും. അതിനുശേഷം ഒരു പകുതി ആകുമ്പോൾ നിർത്തിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ ഒരു കൂട്ടില്ലേ, തേങ്ങ പഞ്ചസാരയും കൂടെ, അതിതുപോലെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ഇടിയപ്പം ഇതുപോലെ വെച്ച് കൊടുക്കും. അപ്പം നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് കഴിക്കാൻ പറ്റും. അങ്ങനെ അതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തു. പിന്നെ വേറൊരു പാത്രത്തിൽ ഇതുപോലെ ഏത്തയ്ക്ക അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് അതും ഒറ്റയടിക്ക് തന്നെ പുഴുങ്ങിയെടുക്കാമല്ലോ. അപ്പോൾ ആ രീതിയിൽ അതും പുഴുങ്ങാൻ അവിടെ വെച്ചു. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇടിയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തേത് റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതല്ലേ. ഏത്തയ്ക്ക പുഴുങ്ങിയതും ഈ ഇടിയപ്പമൊക്കെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതെല്ലാം കൂടെ കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഇനി അടുത്തത് നമുക്ക് ലഞ്ചിനുള്ളത് റെഡിയാക്കുകയാണ്. ഇനി അടുത്തത് കാണിക്കുന്നത് ഇടിച്ചിട്ട മീൻകറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് എപ്പോഴും ചെറിയ മത്തി അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ മീനുകളാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ വറ്റയോ അല്ലെങ്കിൽ നെയ്മീനോ അങ്ങനത്തെ മീനുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ചെറിയ ചെറിയ മീനുകളാണ് യൂസ് ചെയ്യേണ്ടത്. മത്തിക്കാണ് നല്ല ടേസ്റ്റ് ഉള്ളത് കേട്ടോ. അതും ചെറിയ മത്തി വേണം ഉപയോഗിക്കാനായിട്ട്. ഈ മീൻ ഞങ്ങൾ ചൂണ്ടയിൽ പിടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഫ്രഷ് മീനാണ്. അത് കഴുകി വൃത്തിയാക്കി വെട്ടി റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് കറിയാക്കി എടുത്താൽ മാത്രം മതി. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ്. നമ്മൾ ഈ കറിക്കകത്ത് സവാള യൂസ് ചെയ്യാറില്ല, അപ്പോൾ അതിന് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി എത്ര ഇടുന്തോറും അതിന് രുചി കൂടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് പച്ചമുളക്, ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഞാൻ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കറിവേപ്പില. നമ്മളെല്ലാ മീൻകറിയിലും ഇടുന്നത് തന്നെ കറിവേപ്പില, അതൊരു 2-3 തണ്ടുണ്ട്. പിന്നെ വേണ്ടത് വാളംപുളിയാണ്, കറിക്ക് ആവശ്യത്തിനുള്ള പുളി. അപ്പം ഇതിനകത്ത് കുടംപുളി അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. കോട്ടയം സ്റ്റൈൽ കറി വെക്കുമ്പോഴാണ് നമ്മൾ കുടംപുളി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ കറിക്ക് നമ്മൾ വാളംപുളിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു വലിപ്പത്തിൽ ഞാനത് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് പൊടികളും. ഇനി നമുക്കെന്താ അതിൻ്റെ വീഡിയോയിലോട്ട് പോയാലോ. ഇനി ഇതെല്ലാം നമ്മളൊന്ന് ചതച്ചെടുക്കണം. അപ്പം കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നമുക്ക് പതിയെ ഒന്ന് ഇതുപോലത്തെ ചെറിയ കല്ലിൽ ചതച്ചെടുക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ അരകല്ലുണ്ടെങ്കിൽ എളുപ്പമാണ്. 2 കൊട്ടയാൽ ഈ ഉള്ളിയെല്ലാം ചതഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ചെറിയ കല്ലല്ലേ, അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ചതച്ചെടുക്കാം. ഇത് നമ്മളൊരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം ഞാനിപ്പോൾ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി പച്ചമുളക് ചതച്ചത്.
അത് ഫുള്ളായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് കറിവേപ്പില ഇതുപോലെ ചതച്ചാലും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഞെരടി ഇട്ടാലും മതി കേട്ടോ. ഏതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നതെന്ന് പറയുന്നത് കുറച്ച് പൊടികളാണ്. കുറച്ച് മുളക് പൊടി, ഏകദേശം 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ സ്വല്പം ഉലുവ, പിന്നെ ചേർക്കുന്നത് സ്വല്പം മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളും ചേർത്തു. ഇനി ഇതിലോട്ടൊരു സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്വല്പം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് സ്വല്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലതായിട്ട് ഞെരടി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിലോട്ട് സ്വല്പം പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നല്ലതായിട്ട് ഞെരടി എടുക്കാം. ഇതുപോലെ കൈകൊണ്ട് വേണം നല്ലതായിട്ട് ഞെരടാൻ കേട്ടോ. അല്ലാതെ സ്പൂൺ ഉപയോഗിച്ചല്ല ചെയ്യുന്നത്. ഇതുപോലെ കൈകൊണ്ട് നല്ലതായിട്ട് ഞെരടി എടുക്കുക. ഒരു കാര്യം മറന്നുപോയി, ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മീനിന് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നല്ലതായിട്ട് ഞെരടി എടുക്കാം. ചെറിയുള്ളിയും ഈ മുളകിൻ്റെയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെയും ഒക്കെ നല്ലൊരു മണമുണ്ട് കേട്ടോ. എല്ലാം ചതച്ച് ചേർത്തല്ലേ, അപ്പം നല്ലൊരു മണവും വരുന്നുണ്ട്. എല്ലാം ഇതുപോലെ നല്ലതായിട്ട് ഞെരടി ഒന്ന് ചേർത്തു. എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചൊഴിക്കാം, ബാക്കി നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം. പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെള്ളമാണ് ചേർക്കേണ്ടത്. വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. അപ്പം വെള്ളമൊക്കെ ചേർത്തു. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം കേട്ടോ. അത് ഒത്തിരി ചാറോട് കൂടിയല്ല വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് കുറുകിയ ചാറോട് കൂടിയാണ് ഈ കറി വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് തോന്നുന്നു. ഒരു സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്വല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആയി. ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ഉപ്പോ പുളിയൊക്കെ ഒന്ന് നോക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടല്ലോ. എൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കി തന്നാണ് ഞാനിത് കാണുന്നത് കേട്ടോ. ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നമ്മൾ ഉള്ളിയും ഒക്കെ വഴട്ടാതെ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴട്ടാതെ ഇങ്ങനൊരു കറി കാണുന്നത്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിച്ചപ്പോൾ കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അധികം വഴറ്റിയ അങ്ങനത്തെ എണ്ണയൊക്കെ ഉപയോഗിക്കുക അങ്ങനെ ഒന്നുമില്ല. അപ്പം നമ്മുടെ ടൈം ഒത്തിരി വേസ്റ്റ് ആവുന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ കഴിയുന്നൊരു കറിയാണ്. അതുപോലെ തന്നെ ടേസ്റ്റ് ആണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഇത് ഗ്യാസിൽ വയ്ക്കണം. ഇത് ഗ്യാസിൽ വെച്ച് നല്ലതായിട്ട് നമ്മുടെ ഈ മസാല ഈ വെള്ളം എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരണം. അതിന് ശേഷം വേണം നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്ന് മൂടി വെക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് കിട്ടും. ഈ ചാറെല്ലാം ഒന്ന് തിളച്ച് വന്ന് തുടങ്ങി. ഈ സമയത്ത് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഈ മീനൊന്ന് വെന്ത് വരണമല്ലോ, അതിനായിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. വേവിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 5 to 10 minutes മതി. അന്നേരത്തിന് നമുക്കിത് മീൻ വെന്ത് കിട്ടും. നമ്മുടെ മീൻകറി ഏകദേശം ഇതുപോലെ നല്ലതായിട്ട് തിളച്ച് വറ്റി വന്ന് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്കൊരു തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ ഇതൊക്കെ ഒരു ഡെക്കറേഷനാണ് കേട്ടോ. ജസ്റ്റ് ഒരു പച്ചമുളക്, അതുപോലെ തന്നെ ഒരു പീസ് തക്കാളി, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് നമുക്കിതൊന്ന് ഒരു സ്വല്പം കൂടെ പറ്റി വരണം. അതിനായിട്ടൊന്നും കൂടെ മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ ഇടിച്ചിട്ട മീൻകറി റെഡി ആയിരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ചാറെല്ലാം നല്ലതായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ നമ്മളൊരു സ്വല്പം പച്ച വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡി ആയിരിക്കുന്നു. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഉണ്ടല്ലോ, നല്ല കുത്തിരി ചോറിൻ്റെ കൂടെ ആഹാ എന്ത് രസമാണെന്നറിയാം ഉരുട്ടി ഉണ്ണാനായിട്ട്. അടിപൊളി കറിയാണ്.
മീൻകറി ഉണ്ടാക്കി ഉടനെ തന്നെ ഉണ്ടല്ലോ ആ ചൂട് ചോറും അതുപോലെ തന്നെ ചൂട് മീൻകറിയും കൂടെ ഒഴിച്ചിട്ട് ഉടനെ തന്നെ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ട കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നേരം തന്നെ അതൊന്ന് കഴിക്കണം. എന്നെപ്പോലുള്ള ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഉടനെ തന്നെ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ. അപ്പം ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയമുണ്ട് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നിൽ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാണ് കേട്ടോ. ഹസ്ബൻഡ് അന്നേരം മുടിയിൽ ഇതുപോലെ മസാജ് ചെയ്യാൻ ഇടയ്ക്കൊക്കെ ചെയ്തു തരും. അപ്പോൾ ഇന്ന് മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിക്കേണ്ട താമസം ഓടിപ്പോയിരുന്നു, അല്ലെങ്കിൽ പിന്നെ അത് മിസ്സായി പോകും കേട്ടോ. അപ്പോൾ ഞാനും പിള്ളേരും എല്ലാം തന്നെ ഇങ്ങനെ മസാജിങ്ങിന് വേണ്ടി ഇരിക്കും കേട്ടോ. നല്ലതല്ല ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ തലയ്ക്കൊരു കുളിർമ, അതുപോലെ തന്നെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെയാണ് വരുന്നത്. നമ്മളിതിനകത്ത് മടിയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് പോയിരുന്ന് മസാജ് ചെയ്തുള്ളൂ. എന്തിനാണ് നമ്മൾ വെറുതെ ബ്യൂട്ടി പാർലർ പോയി മസാജ് ചെയ്യുന്നത്? ഇതുപോലത്തെ 2 കൈ ഉണ്ടെങ്കിൽ തന്നെ ധാരാളം. അപ്പോൾ തലയിലെ മസാജൊക്കെ കഴിഞ്ഞു വന്നു. ഇനി അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് ഹെന്ന തേക്കും കേട്ടോ. ഞാൻ ഇന്നലെ തന്നെ ഹെന്ന റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹെന്നയിൽ ഞാൻ സാധാരണ ഇടുന്നതെന്ന് പറഞ്ഞാൽ മുട്ടയിടും, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരിടും, പിന്നെ ഇടുന്നത് കുറച്ച് എന്താ പറയുന്നത് കാപ്പിപ്പൊടി, അതുപോലെ തന്നെ തേയില വെള്ളം കൂടെ തിളപ്പിച്ചത്, ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് എണ്ണപ്പൊടി റെഡിയാക്കുന്നത്. എന്നിട്ട് തേക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നീലാമ്പരി എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, അത് കുറച്ചെടുത്ത് കലക്കിയിട്ട് അതും കൂടി ഇതിൽ മിക്സ് ചെയ്യും. ഒരമണിക്കൂർ മുന്നേ അങ്ങനെ റെഡിയാക്കിയതാണ്. എണ്ണ റെഡിയായിട്ടിരിക്കുന്നു. ഇനി അത് അപ്ലൈ ചെയ്യുക. അല്ല, ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അത് സ്വല്പമായിട്ട് മുടിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ തന്നെ ഒരു ഹെന്നയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നരച്ച മുടിയൊക്കെയാണ്, നരച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നരച്ച മുടി കറക്കുമെന്നൊന്നുമല്ല പറയുന്നത്. ജസ്റ്റ് നരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്ത മുടികളൊക്കെ ആണെങ്കിൽ ഒരു എന്താ പറയുന്നത്, നമുക്കൊരു ഡാർക്ക് ഷെയ്ഡിലോട്ട് വരും, ഒരു ബ്ലാക്ക് ഷെയ്ഡിലോട്ട് വരും. ഓൾമോസ്റ്റ് ഫുള്ള് തേച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ ഒക്കെ ആരും വൃത്തിയാക്കും എന്നുള്ളതാണ് സംശയം. അപ്പോൾ അങ്ങനെ ഹെന്നയിടിയിലൊക്കെ കഴിഞ്ഞു. ഹെന്നയിടിയിലൊക്കെ കഴിഞ്ഞ് ഇനി ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യണമല്ലോ ഇത് തലയിൽ. അപ്പോൾ ആ സമയം കൊണ്ട് ഒന്ന് കുറച്ച് പാനിപ്പൂരി ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള സോസും അതിനുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇനിയും കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് പാനിപ്പൂരിയുടെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയില, അതുപോലെ തന്നെ ഒരു പിടി പുതിനയില, പിന്നെ ഒരു എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർക്കുന്നത്. പിന്നെ സ്വല്പം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നാരങ്ങയുടെ നീര് ഇതും കൂടെ പിഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് പുളിവെള്ളമാണ്, വാളംപുളിയുടെ വെള്ളം, അതും ഒരു സ്വല്പം ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിൽ ഇപ്പം നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബോളിലോട്ട് മാറ്റാം. നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിലോട്ട് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ചേർക്കുന്നത് ഒരു സ്വല്പം കാശ്മീരി മുളക് പൊടി, അതും ഒരു സ്വല്പം ചേർത്താൽ മതി. പിന്നെ ചേർക്കേണ്ടത് ഉപ്പാണ്. അത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തു. അതിനുശേഷം ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആദ്യം 1 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല വെള്ളം പോലെയാണ് ഇതിരിക്കേണ്ടത് കേട്ടോ. കുറിയല്ല ഇരിക്കുന്നത്, നല്ല പച്ച വെള്ളം പോലെ, ഇങ്ങനെ മോരും വെള്ളമൊക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെ വേണം ഇതിരിക്കാനായിട്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം കൂടെ പുളിവെള്ളം ചേർക്കണം കേട്ടോ. ഓക്കെ, ഒരു സ്വല്പം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുളിയും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നോക്കാം ജസ്റ്റ് അതെങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല എരിവും ഉപ്പും എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. അപ്പം ഈ ഒരു നമ്മുടെ ഗ്രീൻ കളറിലുള്ള ഈ ഒരു സോസ് റെഡിയായി.
ഇനി ഒരു സോസ് എന്ന് പറയുന്നത് എരിവും പുളിയും അതുപോലെ തന്നെ മധുരം എല്ലാം കൂടെ ഉള്ളൊരു സോസാണ് കേട്ടോ, അല്ലെങ്കിൽ ചട്നി എന്ന് പറയാം. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലെ വാളംപുളി വെള്ളത്തിലിട്ടൊന്ന് ഞെരടി വെച്ചിരിക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ആ പിച്ചിടെല്ലാം കളഞ്ഞിട്ട് നമുക്ക് വെള്ളം മാത്രമായിട്ട് ഊറ്റിയെടുക്കണം. ഇനി നമുക്ക് ആ ഒരു പുളിയുള്ള ഒരു വെള്ളമില്ല, അത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മളിപ്പോൾ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ അരിച്ചെടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ആ പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഈന്തപ്പഴമാണ്, ഒരു 5-6 ഈന്തപ്പഴമുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മധുരത്തിന് നമ്മൾ ചേർക്കുന്നതെന്ന് പറയുന്നത് ശർക്കരയാണ്. ഞാൻ ഇതുപോലെ ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഉപയോഗിക്കാവുന്നതാണ്. അത് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മധുരവും പുളിയും അതുപോലെ തന്നെ എരിവും എല്ലാം ഒരു ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു സോസാണ്. അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ ചേർക്കുന്നത് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി. പിന്നെ ചേർക്കുന്നത് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് ഇതിനുള്ളിൽ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് ഈന്തപ്പഴമൊക്കെ ഒന്ന് വെന്ത് വരണം. അതിൻ്റെ ആ ഒരു മധുരവും അതുപോലെ തന്നെ ശർക്കരപ്പാനിയൊക്കെ ഇല്ലേ, അതെല്ലാം കൂടെ ഒന്ന് ഈ പുളിവെള്ളം എല്ലാം കൂടെ ഒന്ന് മിക്സായി അതെല്ലാം കൂടെ ഒന്ന് യോജിക്കണം. അതിനൊക്കെ ഒരു സമയം നമ്മൾ കൊടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ മതി. അന്നേരത്തിന് ഇത് നല്ലതായിട്ട് തിളച്ച് അതിൻ്റെ മധുരമൊക്കെ ഇറങ്ങും. ഇതിപ്പം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഞാൻ നോക്കിയായിരുന്നു. അപ്പം നല്ല അടിപൊളി കേട്ടോ. മധുരവും അതുപോലെ തന്നെ എരിവും പുളിയും എല്ലാം ഒരേപോലെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഈന്തപ്പഴം എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് അരഞ്ഞു വരണം. അപ്പം ആറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി പാനിപ്പൂരിക്ക് ഇതുപോലൊരു ഫില്ലിംഗ് ഉണ്ട്. അപ്പോൾ ആ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലൊരു പൊട്ടറ്റോ ഉണ്ട് കേട്ടോ. പൊട്ടറ്റോ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കൈ കൊണ്ടോ ഒന്ന് ഉടച്ചെടുക്കും. അപ്പം നല്ലതായിട്ട് പുഴുങ്ങിയ പൊട്ടറ്റോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഉടയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊന്ന് നല്ലതായിട്ട് ഉടച്ചെടുത്തു. പിന്നെ ചേർക്കുന്നത് കടലയാണ്. കറുത്ത കടല അല്ലെങ്കിൽ ഇതുപോലത്തെ വെള്ളക്കടലയില്ലേ, അത് പുഴുങ്ങിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെറുപയർ പുഴുങ്ങിയിട്ടും ഇതുപോലെ തന്നെ കടലയ്ക്ക് പകരം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ വെള്ളക്കടലയാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. വെള്ളക്കടല, കറുത്ത കടല അല്ലെങ്കിൽ ചെറുപയർ പുഴുങ്ങിയത്. പിന്നെ ചേർക്കുന്നതെന്ന് പറയുന്നത് മല്ലിയിലയാണ്. ഒരു സ്വല്പം മല്ലിയില അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പിച്ച് കീറിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് ഒരു സ്വല്പം ജീരകം പൊടി, ഒരു 1/2 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടി. ഇനി ഇത് കൈ കൊണ്ടൊന്ന് നല്ലതായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണ് അത് ശരിക്കും എല്ലായിടത്തും ഒന്ന് പിടിക്കുന്നത്. അപ്പോൾ കൈ കൊണ്ട് നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ മസാല എല്ലാം ഒന്ന് പിടിക്കേണ്ട. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ അതിലേക്ക് സ്വല്പം സവോള അരിഞ്ഞത്, ഒരു ചെറിയ സവോള കേട്ടോ, അത് ചെറിയ സവോളയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കും. ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് ബാലൻസ് ആണോ നോക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്, എല്ലാം നല്ല കറക്റ്റ് ബാലൻസ് ആയിട്ടുണ്ട്. ഞാനിവിടെ പാനിപ്പൂരിക്കുള്ള പൂരി ഇത് റെഡിമെയ്ഡായിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇത് റെഡിമെയ്ഡായിട്ട് മേടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് പരത്തേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം ആ ഒരു സോസും പിന്നെ അതുപോലെ തന്നെ ഈ പൊട്ടറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ റെഡിയാക്കി എടുത്താൽ മതി. അപ്പം ഇത് നമുക്കിനിയും ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമുക്ക് ഓരോ പാനിപ്പൂരിയായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടോ എണ്ണയിൽ കിടന്ന് തന്നെ നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നല്ല ബോൾ പോലെ ആയിട്ടുണ്ട്, തന്നെ തിരിഞ്ഞു. അപ്പോൾ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്കത് കോരാം കേട്ടോ. ഒരു കളറ് മാറി വരുമ്പോഴത്തേക്കിനും നമുക്കത് കോരിയെടുക്കാം. ഒത്തിരി കിടന്നങ്ങ്
കരിഞ്ഞു പോകണ്ട. അപ്പം ഒരു കളർ മാറിയപ്പോഴത്തേന് ജസ്റ്റ് ഇത് കോരിയെടുത്തു. 2-3 ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കിതെല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കരുതോ. കണ്ടോ, കിരി 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 എന്നുള്ളൊരു സൗണ്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ പൊട്ടി വരണം. ഇങ്ങനെ ഓരോന്നും എടുത്ത് നമുക്ക് പൊട്ടിക്കാം. അപ്പം ഇനി ആദ്യം നമ്മളിതിൽ കടല ഇടും കേട്ടോ. സ്വല്പം കടല ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിയും മധുരം എല്ലാം കൂടെ ഉള്ളൊരു സോസില്ലേ, അതിട്ട് കൊടുക്കുക. അതിനുശേഷം ആ എരിവെള്ളം കൂടെ സ്വല്പം ഇട്ട് കൊടുക്കും. രണ്ടും കൂടെ മിക്സാക്കി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ എന്ത് പറയുന്നത്, നമ്മൾ ആ ഒഴിച്ച ജ്യൂസ് ഒന്നും ഇങ്ങനെ വരരുത്. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് പാനിപ്പൂരി ആവുന്നത്. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് വായിലിടുക. ഒടിച്ചിടല്ലേ, ഫുള്ളായിട്ട് വായിലിടുക. നമ്മൾ വായിലിടുക, ഒന്നിച്ചിടുക. എങ്ങനെയുണ്ട്? എരിവും പുളിയൊക്കെ ഉണ്ടോ? സൂപ്പറാ. അതുപോലെ തന്നെ ആ എരിവുള്ള വെള്ളത്തിൽ ഞാൻ കുറച്ച് ബൂന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ. കഴിച്ചോ? പുളിയുണ്ട്, എരിവുണ്ട്, എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റ് ഉണ്ടോ. മധുരം അതുപോലെ തന്നെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പം തന്നെ നമ്മുടെ ജീവിതം കൂടുതൽ എന്താ പറയുന്നത്, ഭംഗിയാവും. ഈ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.